ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാതല പരിപാടിയുടെ ഭാഗമായി യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ചാനടുക്കം യൂണിറ്റിൽ നടന്ന പരിപാടി യുവ സാഹിത്യകാരൻ അർജുൻ KV ഉദ്ഘാടനം ചെയ്തു. അതിപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടക്കുന്നതിനോടൊപ്പം ഈ സാഹിത്യോത്സവം നടത്തുന്നതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം അതിലും കൂടി ഇടപെട്ടിട്ട് നമ്മുടെ ഈ ഭാഷയെയും സാഹിത്യത്തെയും ഒക്കെ തിരിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നതിൽ എന്തായാലും DFIക്ക് അതിൽ പിന്നെ അതിൽ അത്ഭുതമൊന്നുമില്ല, അത് നടക്കുന്നുള്ളതാണ്. അപ്പം കുറേ കാര്യങ്ങൾ ഞാൻ അതാണ് വിചാരിച്ചു. ഇപ്പം ചെഗുവേരനെ പറ്റി അറിയാത്തായിരുന്നു. ചെഗുവേര മരിക്കുന്ന സമയത്ത് കൊലപ്പെടുത്തിയ സമയത്ത് ലാസ്റ്റ് ഇവര് വന്നിട്ട് കൊലയാളികൾ വന്നിട്ട് ചെഗുവേരനെ മൊത്തം പരിശോധിക്കുക, ശരീരം മൊത്തം പരിശോധിക്കുന്ന സമയത്ത് ഒരു പോക്കറ്റ് ഡയറി, ആ പോക്കറ്റ് ഡയറിയിലുള്ളത് ഇവർ വിചാരിച്ചത് എന്തോ അടുത്തേതോ വലിയ എന്തോ പദ്ധതിയുടെ ആക്രമണം ചെയ്യേണ്ടതോ യുദ്ധം നടത്തേണ്ടതോ ഒക്കെയുള്ള പദ്ധതികളുടെ കുറിപ്പുകളായിരിക്കും, വലിയ എന്തോ രേഖകളായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് നോക്കിയ സമയത്ത് അതിലുള്ളത് മൊത്തം കവിതകളാണ് ചെഗുവേര എഴുതി. അവരെന്നെ അത്ഭുതപ്പെട്ടു, ഇതെന്താണ് ഇങ്ങനെ ഫുൾ സ്നേഹത്തിനെ പറ്റിയൊക്കെയുള്ള സാധനമൊക്കെ എഴുതുക. അതായത് ഈ സർഗാത്മകത ഇല്ലെങ്കിൽ മനുഷ്യന്മാരില്ല, നമ്മൾ ഡ്രൈ ആയി പോയവരാവും ഒരുപാട്. ഏറ്റവും ഞാനിപ്പം അടുത്ത കാലത്ത് വായിച്ചിട്ട് വണ്ടായ ഒരു സാധനം സഖാവ് M. സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. അതായത് ഏറ്റവും ജനാധിപത്യപരമായിട്ട് ആൾക്കാരോട് പെരുമാറി ചാനൽ ചർച്ചകളൊക്കെ ഞാൻ കണ്ട് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു സഖാവാണ് M. സ്വരാജ്. പുള്ളിയുടെ പൂക്കളുടെ പുസ്തകമുള്ള ബുക്കിൽ ചെറുപ്പം തൊട്ട് പൂക്കളെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കൗതുകം വെച്ചിട്ട് പൂക്കളെ പറ്റി അന്വേഷിക്കുക, ഒരു സബ്ജക്റ്റ് എടുത്തതിൻ്റെ ഒരു ഇതാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല സ്വരാജ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തും നമ്മൾ വിചാരിക്കില്ല. അപ്പം അതിൽ പണ്ട് മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പിൽ കവറായിട്ടൊരു മേന്തോന്നി, അപ്പോൾ മേന്തോന്നി നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് TP അഭിരാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ചെറുവത്തൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് KV തുറവിൽ പ്രസംഗിച്ചു. ഡിവൈഎഫ്ഐ ചീമേനി മേഖലാ സെക്രട്ടറി M. രജിൻ സ്വാഗതം പറഞ്ഞു. ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും നടന്നു. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.